വെൽക്കം ബാക്ക് ഗൈസ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇത്രയും നാൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത്രയും നാളെന്ന് പറയുന്ന ഒരു കുറച്ച് നാളായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഇതുവരെ പച്ച പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത്രയും നാൾ നമ്മൾ പല ബൈക്കിൻ്റെയൊക്കെ റിവ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു മുതലിന് എനിക്ക് നമ്മുടെ വീഡിയോസിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതേ നമ്മുടെ ഡ്യൂക്ക് 390, അത് ഫുള്ളി ബ്ലാക്ക് എഡിഷൻ. എനിക്കൊരു ഫുള്ളി ബ്ലാക്ക് എഡിഷൻ ഡ്യൂക്ക് ഒന്നായി കിട്ടണം എന്ന് പേഴ്സണലി ഒരുപാട് ആഗ്രഹിച്ച ഒരു ആളാണ്. കാരണം എനിക്ക് അലോയിൽ അങ്ങനെ ഒരു ഓറഞ്ച് വരുന്നതിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. കാരണം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. പിന്നെ അങ്ങനെ ഒരു അലോയിൽ അങ്ങനെ ഒരു ഓറഞ്ച് കാണാതെ ഒരു ഫുള്ളി ബ്ലാക്ക് ഒരു ഡ്യൂക്ക് കാണണം എന്ന് ഒരുപാട് പേഴ്സണലി ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ സിംഗിൾ സിലിണ്ടർ കിങ് ബീസ്റ്റ് ഡ്യൂക്ക് 390 BS6 സ്റ്റേജ് 2 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്കൊരു ബ്ലാക്ക് വേരിയൻ്റാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത് നമ്മുടെ കയ്യിൽ. നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഈ വണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ നമ്പറും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ക ഫ്രഷ് പീസാണ്. ഷോറൂമിൽ നിന്ന് ഇതേ ഇപ്പോൾ പിടിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളൂ ഈ ഒരു ഐറ്റത്തിന്. അപ്പോൾ ഇത് നമ്മുടെ സ്ഥിരം ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഡ്യൂക്ക് 390 ഫുള്ളി കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് നമ്മുടെ കൂടെ ഉള്ളത് കേട്ടോ. കുറച്ച് ദൂരം ഇപ്പോൾ ഓടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു 3-4 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി അധികം കൈകൊടുത്ത് ഓടിക്കാനുള്ള ടൈം ആയില്ല. കാരണം എൻ്റെ റണ്ണിങ് പീരീഡ് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഒരു 5K, ഒരു ബിലോ 5K RPM താഴെയാണ് ജസ്റ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചുകൊണ്ട് വന്ന കേട്ടോ. ഒന്നും പറയാനില്ല. ഒരു ബിലോ 5K RPM താഴെ തന്നെ വണ്ടിയുടെ ആ ഒരു ചാട്ടുണ്ടല്ലോ. ഒരുപാട് എടുത്ത് പറയാറുണ്ട് വണ്ടിയെ പറ്റി. പിന്നെ ഞാൻ എന്തായാലും ഡീറ്റെയിൽ റിവ്യൂ ചെയ്യുന്നില്ല. കാരണം വണ്ടി ഈ ഒരു ഡ്യൂക്ക് 390 ഇറങ്ങിയിട്ട് അതായത് ഇതിൻ്റെ റിവ്യൂസൊക്കെ നിങ്ങൾ കണ്ട് മടുത്ത് കാണുമായിരിക്കും. നിങ്ങൾ ബൈക്ക് എന്തൂസിയസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ റിവ്യൂ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്ക് 1 ഇയർ മുന്നെയാണ് ഒരുവിധം എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ. അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഒരു ബ്ലാക്ക് കളർ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, ഒരു ഫുള്ളി ബ്ലാക്ക് 390. അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ എസ്തെറ്റിക്കിനെ പറ്റിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. ഒരുപാട് റിവ്യൂസിലോട്ടൊന്നും പോകുന്നില്ല. കാരണം നല്ലൊരു മഴ കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത മഴ പെയ്യാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. മിക്കവാറും എനിക്ക് പണി കിട്ടും. ഈ റിവ്യൂ ചിലപ്പോൾ കംപ്ലീറ്റ് ആവാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടാനും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ബ്ലാക്ക് എവിടെയൊക്കെയാണ് വന്നേക്കാൻ നോക്കാം. ഒഫീഷ്യലി നമ്മൾ ഡ്യൂക്കെന്ന് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അലോയിൽ നമ്മൾ എന്തായാലും ഓറഞ്ച് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വണ്ടി ഫുള്ളി കംപ്ലീറ്റ്ലി ബ്ലാക്കാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് അലോയിൽ ബ്ലാക്ക് ഉണ്ട്, ബാക്ക് അലോയിൽ ബ്ലാക്ക് ഉണ്ട്, കിറ്റ് കംപ്ലീറ്റ്ലി ബ്ലാക്കാണ്. അവിടെ ഡ്യൂക്ക് 390 ഇവിടെ ഒരു കിറ്റ് വന്നിട്ടുണ്ട്. ആ കിറ്റിൽ ഒരു റിവേഴ്സായിട്ട്, അതായത് അകത്ത് 390 എന്നുള്ള കട്ടിങ് വീണ്ടും ബ്ലാക്ക് വന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഔട്ടർ ലൈൻസിനാണ് അവർ ഒരു ഓറഞ്ച് കളർ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ട്രെലിസ് ഫ്രെയിം ഉണ്ടല്ലോ, ആ ട്രെലിസ് ഫ്രെയിമിന് ഓറഞ്ച് കളറുണ്ട്. ഇവിടെ ചെറിയൊരു ഓറഞ്ച് സ്റ്റിക്കർ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു സൈഡിലാണ് വിസിബിളായിട്ട് നമുക്ക് ഓറഞ്ച് കളേഴ്സും കാര്യങ്ങളും കാണാൻ പറ്റുന്ന കേട്ടോ. വേറെ എങ്ങും നമുക്ക് ഓറഞ്ച് കളേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കി കംപ്ലീറ്റ്ലി വേറെ എങ്ങും അങ്ങനെ ഡ്യൂക്കൊന്നും കൊടുത്തിട്ടില്ല, 390 കൊടുത്തിട്ടില്ല, KTM അങ്ങനെ ഒരു ബാഡ്ജിങ്ങോ സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഫുള്ളി കംപ്ലീറ്റ് ബ്ലാക്കാണ്. ഒരു കരിമ്പുലി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ഒരു ആംഗിളിൽ നിന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അവിടെ വലുതായിട്ട് നമുക്ക് ഇത്ര അത്യാവശ്യം ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് നോക്കുമ്പോൾ തന്നെ 390 എടുത്ത് കാണാൻ പറ്റും. അത്രയും വലുതായിട്ട് തന്നെയാണ് അവർ കിറ്റ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഡ്യൂക്ക് 250 റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 1 വർഷത്തോളമൊക്കെ ആവും തോന്നുന്നു. അപ്പോൾ ഡ്യൂക്ക് 250 കിറ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഓവർ ഡണ്ണായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വണ്ടി കണ്ടപ്പോഴത്തേക്കും ഡ്യൂക്ക് 250 ആ കിറ്റിനെ കാട്ടി കുറച്ചുകൂടെ വലിയ കിറ്റാണ് ഇതിൽ വന്നേക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇഞ്ഞ്, അതായത് മഡ്ഗാർഡിൻ്റെ ഈ ഒരു പൊസിഷൻ വരെ ഈ ഒരു സൈഡ് കിറ്റ് ഇത്രയും വലുതായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു എന്താണെന്ന് ചോദിച്ചാൽ ചില സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും സംഭവം കുറച്ച് ഒരു നെഗറ്റീവ് സൈഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഈ ഒരു ആംഗിളൊക്കെ നൈസാണ് കേട്ടോ. ഇങ്ങനെ നോക്കുന്ന ഈ ഒരു ആംഗിളുണ്ടല്ലോ. പക്ഷേ ചില സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും കുറച്ച് കിറ്റിൻ്റെ ഒരു ഓവർ ഡൺ ഫീൽ നല്ലപോലെ ഫീൽ ചെയ്യും. പിന്നെ വേറെ എന്താ പറയുക, പിന്നെ എല്ലാം ബ്ലാക്കാണ്. പിന്നെ നമ്മുടെ ഹെഡ്ലൈറ്റോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ ഷോറൂമിൽ വെച്ച് ഈ വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഫുള്ളി ബ്ലാക്ക് അല്ല, ഇതിന് മുന്നേ ഇറങ്ങിയ ഒരു ബ്ലൂ ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരു ഡേ ലൈറ്റിൽ ഇത്രയും ഔട്ട്ഡോറിൽ വന്ന് കണ്ടപ്പോൾ വണ്ടിക്ക് ഇത്രയും സൈസ് ഉണ്ടെന്ന് മനസ്സിലായി. ഈ ഒരു സൈഡ് കിറ്റ് ഉണ്ടല്ലോ, ഈ 2 സൈഡിലും വന്നേക്കുന്ന കിറ്റ് അത്യാവശ്യം നല്ല ഓവറെന്ന് അത്യാവശ്യം നല്ല വലുതാണ്. ഞാൻ ഓവർ നല്ല ഉദ്ദേശിച്ച് അത്യാവശ്യം നല്ല വലുതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 250 കാട്ടി വലിയ കിറ്റാണ് ഇപ്പോൾ 390 വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഒരു സൈഡിൽ വന്നേക്കുന്ന മാസ്കും ഇത് വന്നേക്കുന്ന ആ ഒരു DRലും ആ ഒരു ഫുൾ സെറ്റപ്പ് ഉണ്ടല്ലോ. ഹെഡ്ലൈറ്റൊക്കെ അത്യാവശ്യം വലിയ സൈസാണ്, നല്ല വലിപ്പം തോന്നുന്നു ഈ ഒരു ഹെഡ്ലൈറ്റിന് കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഡോമിനറിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു സെയിം മിറേഴ്സ് തന്നെയാണ് വരുന്നത്. ചെറിയൊരു ഡിസൈൻ വൈസ് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയ ഡ്യൂക്ക് 390 സെയിം എക്സാക്റ്റ് ഡോമിനർ ഫോറിൽ കണ്ട സെയിം മിറേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഈ ഒരു സൈഡിൽ ഈ ഒരു പോർഷനൊക്കെ സെയിം ആണെങ്കിൽ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് അവർ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഒരു പഴയ Gen 2 ഉണ്ടാകുന്ന 373cc എഞ്ചിനൊക്കെ മാറിയിട്ട് 399cc എഞ്ചിനാണ് വന്നേക്കുന്നത് കേട്ടോ.
ഇപ്പം വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പറയുന്നത് 46 bhp ആണ്. 8500 RPM ആണ്. മാക്സിമം ടോർക്ക് വരുന്നത് 39 Nm/m 6500 RPM ആണ് കേട്ടോ. അപ്പോൾ അണ്ടർ ബില്ലിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും, ആ റൂട്ട് ചെയ്തേക്കുന്ന മനസ്സിലാവും. ഇവിടെ നിന്ന് ഏറ്റവും എഞ്ചിൻ്റെ അടി കൂടെയൊക്കെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇപ്പോൾ വണ്ടി കൂട്ടിയിട്ടുണ്ട്. 168 ആണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. മുന്നത്തെ ഡ്യൂക്ക് അറിയാം, ഇതിൻ്റെ അകത്തൂടെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അവർ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ റൂട്ട് ചെയ്തിരുന്നത്. അപ്പോൾ കുറച്ച് ഹീറ്റിങ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് കുറച്ച് കൂടുതലായിരുന്നത്. ഇപ്പോൾ 100 ബില്ലി എക്സോസ്റ്റ് എടുത്തേക്കുന്നത് ഫുള്ളി കംപ്ലീറ്റ്ലി ഒരു അടി കൂടെ തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 46 bhp പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ സിലിണ്ടർ എന്താ പറയുക, സിംഗിൾ സിലിണ്ടർ പുലി ആണ് ഈ ഇരിക്കുന്നത്. ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കാറ്റഗറിയിൽ വണ്ടികളുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ജസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കാണ് മേലെ. ഇത് തന്നെയാണ് ടോപ്പിൽ വരുന്നത് കേട്ടോ. ഇതിന് അടിക്കാനായിട്ടൊരു അത്രയും പെർഫോമൻസ് തരുന്നൊരു വണ്ടി. നോ ഇറ്റ്സ് അവിടെ ഒരു ആൻസർ ഇല്ല. ഇറ്റ്സ് ഡ്യൂക്ക് 390 മാൻ. അപ്പോൾ നമ്മുടെ അലോയ്സിലൊക്കെ നല്ലപോലെ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അലോയ്സ് നോക്കിയാൽ മനസ്സിലാവും, എൻ്റെ സ്പോക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. മുന്നത്തെ നമ്മുടെ ടിപ്പിക്കൽ ഡ്യൂക്കിൻ്റെ അലോയ്സ് ഒന്നും അല്ല, അതിന് കുറച്ചധികം സ്പോക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്പോക്കിൻ്റെ കൗണ്ടും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്ക് റോട്ടർ നോക്കിയാൽ മനസ്സിലാവും, 320 mm ആണ് ഫ്രണ്ട് ഡിസ്ക് വരുന്നത്. അത് ഹബ്ലെസ് ആയിട്ടാണ് ഒരു സെറ്റ് ചെയ്തേക്കുന്നത്. അത് അൺസ്പ്രങ് വെയിറ്റും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട്. അപ്പോൾ ലൈറ്ററായിട്ടുള്ള ഒരു 1 kg ഉള്ള ലൈറ്ററായിട്ടുള്ള അലോയ്സ് ആണ് ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. കാരണം അൺസ്പ്രങ് വെയിറ്റ് കുറയും തോറും നമുക്ക് ഹാൻഡ്ലിങ്ങും ബെറ്റർ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. മാക്സിമം വെയിറ്റ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ സൈഡിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ അതൊരു 1 kg ഇപ്പോൾ വണ്ടി എഞ്ചിൻ സൈഡ് ലൈറ്ററാണ്. ടോട്ടലി ഒരു 4 kg മൊത്തത്തിൽ വണ്ടി ലൈറ്ററാണ് കേട്ടോ, പ്രീവിയസ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റിയെ പറ്റി എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. പക്ഷേ എൻ്റെ ലുക്ക് വൈസ് വണ്ടി ഭയങ്കര നൈസാണ് കേട്ടോ. ഡ്യൂക്ക് 250 റിവ്യൂ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഷാർപ്പ് ലുക്കാണ് വണ്ടി എവിടെ നിന്ന് നോക്കിയാലും. ഈ ഒരു സൈഡിൽ നിന്നൊക്കെ നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു അറ്റാക്കിങ് ആ ഒരു രീതിയിലാണ് വണ്ടി ഇരിക്കുന്നത്. പിന്നെ ഭയങ്കര ഷാർപ്പാണ്. അതെ ഈ ഒരു സൈഡ്, ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഈ ബ്ലേഡിനൊക്കെ നമ്മൾ പേപ്പറൊക്കെ കട്ടിയെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഷാർപ്നെസ് ഇല്ലേ, അമ്മാതിരി ഷാർപ്നെസ്സാണ് ഈ ഹെഡ്ലൈറ്റൊക്കെ അവർ കൊടുത്തേക്കുന്നുണ്ട്. അത്രയും ഫിനിഷിലൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഭയങ്കര ഒരു ബീസ്റ്റ് ലുക്കാണ് വണ്ടി കാണുന്ന സമയത്ത്. ഹെഡ്ലൈറ്റിൻ്റെ വിസിബിലിറ്റിയെ പറ്റി എനിക്ക് അറിയാൻ വയ്യ, നൈറ്റ് ഞാൻ ഓടിച്ചിട്ടില്ല വണ്ടി. പിന്നെ പറയാനുള്ളത് നമ്മളെ WP-യുടെ UST ഫോർക്ക് 43 mm UST ഫോർക്ക് തന്നെയാണ് വരുന്നത്. അതിൽ നമുക്ക് റീബൗണ്ട് ആൻഡ് കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് മാനുവൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ നോബും കാര്യങ്ങളും ഒരു 5 സ്റ്റെപ്പോളം അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഇപ്പോൾ ഡ്യൂക്ക് 390 എന്ന് പറയുന്നത് നമുക്ക് ആർട്ടിയത്ത് കിട്ടാൻ പോലെ ഒരുപാട് വേരിയൻ്റ് ഒന്നുമില്ല, ഇത് ഒറ്റ വേരിയൻ്റേ ഉള്ളൂ. ആ ഒരു ഒറ്റ വേരിയൻറ്റ് തന്നെ നമുക്ക് കംപ്രഷനും റീബൗണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കാര്യങ്ങൾ UST ഫോർക്കിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയാനായിട്ട് ഈ സസ്പെൻഷൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ മോണോഷോക്ക് സസ്പെൻഷൻ്റെ കാര്യം പറയുന്നത് ഓഫ് ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു റൈറ്റ് സൈഡിലോട്ടാണ്, അതായത് സിംഗാമിൻ്റെ സെൻറ്റർ പൊസിഷനിലോട്ടല്ല, ഒരു സൈഡ് റൈറ്റ് സൈഡിലോട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ സസ്പെൻഷൻ ഇല്ലേ എന്ന് തോന്നിപ്പോകും. കുറച്ചുകൂടെ കുനിഞ്ഞ് നോക്കുമ്പോൾ ആ സൈഡിൽ കാണത്തുള്ളൂ കേട്ടോ. കാരണം ഈ റൈറ്റ് സൈഡിലാണ് കൊടുത്തേക്കുന്നത്. കാരണം അതിൻ്റെ എയർ ബോക്സിൻ്റെ വലിപ്പം കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്താ പറയുക, നമ്മളെ 250 റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ബനാന ടൈപ്പ് സിംഗാമാണ് അവർ ഇതിൽ Gen 3 യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റോക്കായിട്ട് തന്നെ, അതായത് കമ്പനിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് തന്നെ ഹഗ്ഗർ വരുന്നില്ല കേട്ടോ. അതായത് ചിലപ്പോൾ പോലീസ് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഹഗ്ഗറില്ലാത്തതിന് പെറ്റി കിട്ടാനൊക്കെ ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം അവരിപ്പോൾ വണ്ടിക്കകത്തിരുന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടി കാണില്ല. അപ്പോൾ ഇതിന് ഹഗ്ഗറില്ല എന്നുള്ള രീതിക്ക് പെറ്റി തുരിതരാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഹഗ്ഗറിന് പകരം ഇവിടെ കുറച്ച് എക്സ്റ്റൻഡ് ആയിട്ടുള്ള, കുറച്ച് വലുതായിട്ടുള്ള ഒരു ടൈൽ സെക്ഷനാണ് കൊടുത്തേക്കുന്നത്. ടൈലാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു സൈഡിലും ഈ 2 സൈഡിലോട്ട് ചിറകുപോലെ കൊടുത്തിട്ടുണ്ട്. കാരണം ചെളി അടിച്ച് കയറാതിരിക്കാനാണ്. താഴോട്ട് വരുമ്പോഴത്തേക്കും അവിടെ തന്നെ ഇത്രയും വലുതായിട്ട് ഇവിടെ കുറച്ച് ഫ്ലാറ്റായിട്ട് കുറച്ച് വീതിക്കും കൊടുത്തിട്ടുണ്ട്. ആ ഒരു എന്താണ് മഡ് ഫ്ലാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഇതിനാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ടയേഴ്സിൻ്റെ കാര്യമാണ് പറയാനുള്ള. MRFൻ്റെ മെറ്റ്സെല്ലറാണ് വരുന്നത്. ട്രാക്കിൽ ഭയങ്കര സംഭവമൊന്നും അല്ലെങ്കിലും നമുക്ക് ഓൺ റോഡ് അത്യാവശ്യം നല്ല ഡീസൻറ്റ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ തരുന്ന ടയറാണ് കേട്ടോ. MRFൻ്റെ മെറ്റ്സെല്ലറാണ്. 150 സെക്ഷനാണ് ബാക്കിൽ വരുന്നത്. 150 60 15 ബാക്കിൽ വരുന്നത്. 110 70 15 ഫ്രണ്ടിൽ വരുന്നത്. ആക്സിലേറ്റർ കേബിളൊന്നുമില്ല, ഫിസിക്കലി ആക്സിലേറ്റർ കേബിളോ കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. റൈഡ് ബൈ വയറാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ലാഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്തിട്ടുണ്ടാകും കേട്ടോ. ഈ റൈഡ് ബൈ വയറിൻ്റെ ചെറിയൊരു ഇഷ്യൂ ആണെന്ന് അറിയത്തില്ല. വണ്ടി കൊടുത്ത് ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് വണ്ടി കയറുന്നത്. അത് എനിക്ക് തോന്നിയതാണോ അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 800 mm ആണ് വരുന്നത്. ഒരു കോമൺലി എല്ലാവർക്കും നൈസായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റും. കാരണം അത്ര സീറ്റ് ഹൈറ്റേ ഉള്ളൂ. എനിക്കിരുന്നിട്ട് നല്ലപോലെ 2 കാല് കുത്തിയിട്ട് മുട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇതാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അത്യാവശ്യം എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 15 ലിറ്റേഴ്സാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഒരു ടാങ്ക് മെറ്റലാണ്. ഈ ഒരു പീസും പിന്നെ ബാക്കിയെല്ലാം വരുന്നതാണ് നമുക്ക് ഫൈബർ കിറ്റ് വരുന്നത്. പിന്നെ ഇവിടെ അലൂമിനിയം സബ്ഫ്രെയിം കാണാൻ പറ്റും. പിന്നെ മഡ്ഗാർഡൊക്കെ പ്രീവിയസ് ജനറേഷനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള മഡ്ഗാർഡാണ്. നമ്മുടെ NSൽ മഡ്ഗാർഡ് ചെയ്തതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നത്തെ മഡ്ഗാർഡ് എന്ന് പറയുന്നത് ലുക്ക് ഭയങ്കര നൈസായിരുന്നു. പക്ഷേ ഇവിടെ ഇത്ര എങ്ങാണ്ടേ ഉള്ളൂ. അതിൻ്റെ ഈ ബാക്കിലോട്ടുള്ള എക്സ്റ്റൻഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് താഴോട്ടൊന്ന് ലെങ്തി ആക്കി ഇറക്കിയിട്ടുണ്ട് ഫോർ ഇന്ത്യൻ റോഡ്സ്. അവിടുത്തെ റോഡ്സൊന്നും ഓസ്ട്രേലിയൊന്നും കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ചെളിയും മഴയും എല്ലാം അടിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ മനസ്സിലാക്കിയിട്ടായിരിക്കണം ഫുള്ളി ടോട്ടലി അത് മഡ്ഗാർഡിൻ്റെ ഡിസൈനും കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുകയാണ്.
ഇത് കയറിയിരിക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് എൻ്റെ കാലിരിക്കുന്നുണ്ട്. ഇവിടുന്ന് കാല് മുട്ടിന് പിന്നെ ഒരു ബെൻഡ് വരുന്നുണ്ട്. കാരണം അത്രയേ ഉള്ളൂ സീറ്റ് ഹൈറ്റ്. കോമൺ ആയിട്ട് ഒരു ഹൈറ്റ് വരുന്ന ഒരു എല്ലാവർക്കും ഈ വണ്ടി ഓടിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 200cc ബൈക്കൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ പുറത്തോട്ട് കയറണം. അമ്മാതിരി പവറാണ് ഈ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്നൊന്നും വന്ന് കയറിക്കളയരുത്. കാരണം ഇത് നിങ്ങൾ വിചാരിക്കുന്ന നോർമൽ സാധനമൊന്നുമല്ല. ഇതിന് തൊട്ട് മുന്നേ ഇറങ്ങിയ ഈ സെയിം മോഡൽ അതിൽ ക്രൂസ് കൺട്രോളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ടോപ്പിൽ കാണാൻ പറ്റും ക്രൂസ് കൺട്രോളിൻ്റെ ചെറിയ ലോഗോയും കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ അത് നമുക്ക് ക്രൂസ് കൺട്രോൾ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഏത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലസ് ബട്ടണും മൈനസ് ബട്ടണും ഈ താഴെയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു 4-way നാവിഗേഷൻ സ്വിച്ച് വരുന്നുണ്ട്. നമുക്ക് മീറ്റർ ആക്സസ് ചെയ്യാനാണ്. പിന്നെ എൻജിൻ കിൽ സ്വിച്ച്, പിന്നെ ഇഗ്നിഷനാണ് ഈ ഒരു ടോപ്പിൽ ഹാൻഡിൽ ബാഗ്സ് വരുന്ന. സ്വിച്ചിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ ഒരു രക്ഷയില്ല. ഇൻ്റർനാഷണൽ ക്വാളിറ്റി തന്നെയാണ് അവർ ഈ ഇന്ത്യൻ വേരിയൻറ്റിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് വണ്ടി കുറച്ച് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. ഭയങ്കര റൈഡ് റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് വണ്ടി എന്തായാലും ഞാൻ കൈയെടുത്തൊന്നും ഓടിക്കാൻ പോകുന്നില്ല. കാരണം കൈയെടുത്ത് ഓടിക്കാൻ ടൈം ആയില്ല. എൻ്റെ റൺ ആൻഡ് പീരീഡ് കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. പുത്തൻ വണ്ടിയാണ്. ഫസ്റ്റ് സർവീസ് കഴിയുന്നവരെ ഒരു ബിലോ 5K RPM അതിന് താഴെയൊക്കെ കീപ്പ് ചെയ്ത് എന്തായാലും ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മെയിൻ റോഡിൽ കയറാം. ഓണാക്കുന്ന സമയത്ത് റെഡി ടു റൈസ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻ ഇഷ്ടംപോലുണ്ട്. എന്തൊക്കെ ഉണ്ടോ എന്തോ. അപ്പോൾ എൻജിൻ കിൽ സ്വിച്ച് ഓണാക്കി. പിന്നെ വണ്ടിയുടെ സൗണ്ടിനെ പറ്റി ഞാൻ ജസ്റ്റ് സംസാരിക്കാം. പഴയ ആ ഒരു സൗണ്ട് ഇല്ല അല്ലെങ്കിൽ BS3 സൗണ്ട് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ല. ഞാനും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിന് ആ BS3 ആ ഒരു എവിടേക്കല്ല ഒരു ഗ്രൗണ്ടും ആ ഒരു സൗണ്ടും എവിടേക്ക് നല്ല സിമിലാരിറ്റി തോന്നുന്നുണ്ട്. കംപ്ലീറ്റ്ലി ആ ഒരു സൗണ്ട് തിരിച്ച് വന്നെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ BS3 ആ ഒരു സൗണ്ട് ഉണ്ട് ഈ വണ്ടിക്ക്. Gen 2 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കേട്ടോ. Gen 2 ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിനാ സൗണ്ട് ഉണ്ട്. ഗ്രണ്ട് ഫീൽ ഉണ്ടല്ലോ, ഗ്രണ്ട്. ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ നിന്ന് ഒരു ഗ്രണ്ടും ഒരു മുരൾച്ചയും പോലെ അങ്ങനെ തന്നെ പറയണമെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തായാലും നമുക്ക് മെയിൻ റോഡ് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. അപ്പോൾ നമുക്ക് മെയിൻ റോഡ് കയറിയിട്ടുണ്ട്. ഞാൻ അധികം കൈ കൊടുക്കുന്നില്ല. പക്ഷേ കൈ കൊടുക്കാതെ ഈ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അതാണ് ഈ വണ്ടിയുടെ വേറൊരു കുഴപ്പമൊന്നുമില്ല. ഈ വണ്ടിയിൽ പതുക്കെ പയ്യെ പോകത്തില്ല. ഇത് നോട്ട് ഫോർ സിറ്റി റൈഡ് അല്ലെങ്കിൽ ഈ സിറ്റിയിലുള്ള ട്രാഫിക്കിലൊക്കെ കിടന്ന് കളിക്കുന്ന ഈ വണ്ടിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. കാരണം ഇതൊരു 5000 അല്ലെങ്കിൽ ഒരു 6000 RPM മുകളിലോട്ടായിരിക്കും ഈ വണ്ടി ഇതിൻ്റെ തനി സ്വഭാവം കാണിക്കുന്നത്. ഒരു ഹൈ റവ് ആവുന്ന സമയത്ത് വണ്ടി കുറച്ചുകൂടെ സ്മൂത്ത് ആവും. ഹൈ റവ് ആവുന്ന സമയത്താണ് എൻജിൻ സൈഡ് കുറച്ചുകൂടെ സ്മൂത്ത് ആവുന്നത്. അതിന് താഴെ ഒരു ബിലോ 5K അല്ലെങ്കിൽ ഒരു ബിലോ 4000 RPM താഴെ ഓടിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അത് വണ്ടിക്ക് ഇഷ്ടമല്ല. കൈ കൊടുക്ക്, ഞാൻ 390 ആണ്, കൈ കൊടുക്ക്, നീ എന്തോന്നാ കാണിക്കുന്നതെന്ന് വണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എൻ്റെ മോനെ വെറുതെ ഒന്ന് കൊടുത്താൽ മതി കേട്ടോ. കൈ കൊടുക്കണമെന്നുണ്ട്, വണ്ടി കയറി പോകുന്നുണ്ട്. ഇതിപ്പോൾ റെയിൻ മോഡലാണ് ഇട്ടേക്കണേ. എന്നിട്ട് പോലും വണ്ടിയുടെ ഒരു പുഷ് ഉണ്ടല്ലോ. ഞാൻ പിന്നെ വെയിറ്റ്ലെസ് ആയിട്ട് വണ്ടിയുടെ വെയിറ്റ് മാത്രം നോക്കിയാൽ മതി. എൻ്റെ വെയിറ്റ് ഒന്നും വണ്ടിക്ക് ഒന്നുമല്ല. ഞാൻ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ബിലോ 60 അല്ലെ 16 ഉണ്ടാകുന്ന അറിയത്തില്ല. ഭയങ്കര ഫൺ ടു റൈഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. കൈ കൊടുത്ത് ഓടിച്ചോളാൻ വയ്യ. പക്ഷേ ഞാൻ കൈ കൊടുക്കുന്നില്ല. അങ്ങനെ റണ്ണിന് പീരീഡ് കഴിയട്ടെ, നമുക്ക് ഒന്നുകൂടെ വണ്ടി കൈ കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ ടോപ്പിൻ്റെ ഒക്കെ. പിന്നെ ഇത് വൈബ്രേഷൻ ഇഷ്യൂസ് ഈ ടാങ്കിൻ്റെ സൈഡിൽ എവിടേക്കോ തോന്നുന്നുണ്ടെന്ന് കുറച്ച് പ്രമുഖന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വേരിയൻറ്റിന് എനിക്ക് ഈ കാലിൻ്റെ സൈഡിലൊന്നും അങ്ങനെ വൈബ്രേഷൻ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല കേട്ടോ. പകരം തോന്നുന്നത് ഹാൻഡിൽ ബാറിലാണ്. ഈ ഹാൻഡിൽ ബാറിൻ്റെ രണ്ട് സൈഡും, ക്ലച്ചിൻ്റെ സൈഡും ആക്സിലേറ്ററിൻ്റെ സൈഡും പിടിക്കുന്ന സമയത്ത് നല്ല പോലെ ഒരു പെരുപ്പം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ത്രോട്ടിൽ നമ്മളിപ്പോൾ ഒരു ഹമ്പൊക്കെ ചാടിയിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഈ ഹമ്പ് ചാടിയിട്ട് നമ്മൾ ത്രോട്ടിങ്ങനെ കൊടുക്കൂലേ, കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. മിസ്സിങ് അല്ല, ഞാൻ ആദ്യം വിചാരിച്ചിട്ട് വണ്ടിയുടെ മിസ്സിങ് കൊണ്ടാണ് ഇനി അങ്ങനെ വരുന്നതെന്ന്. പക്ഷേ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഒരു ഒറ്റ സെക്കൻഡ് ലാഗ് അടിച്ചിട്ടാണ് വണ്ടി കയറുന്നത്. അതിനിപ്പോൾ അതൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിൻ്റെ മാത്രം ഇതാണെന്ന് എനിക്ക് അറിയത്തില്ല. അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ്, അത്യാവശ്യമല്ല നല്ല റോഡ് പ്രസൻസ് ആണ് കേട്ടോ വണ്ടി. പ്രത്യേകിച്ച് ആ ഒരു ഫ്രണ്ട് ഓപ്പോസിറ്റൊക്കെ വരുന്ന സമയത്ത് ആ DR കത്തി കിടക്കുമ്പോൾ ഒരു ഓപ്പോസിറ്റ് വണ്ടി അറിയാവുന്നവർ എന്തായാലും വണ്ടി നോക്കും. അപ്പം നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, നൈസ്. പഴയ നമ്മളെ BS3 ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബെറ്റർ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ
ഭയങ്കര സ്മൂത്തായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ വണ്ടിയുടെ ലുക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പർ ഡ്യൂക്ക് ഇൻസ്പയർഡ് ആയിട്ടില്ല. സൂപ്പർ ഡ്യൂക്ക് ഇൻസ്പയർഡ് എന്ന് പറയുന്നില്ല, സൂപ്പർ ഡ്യൂക്കിൻ്റെ കുട്ടി വെർഷനാണ് ഈ ഒരു ഡ്യൂക്ക് എന്ന് പറയുന്നത്. ആ ഒരു സൂപ്പർ ഡ്യൂക്കിൻ്റെ മാക്സിമം ആ ഒരു സ്റ്റൈലിങ്ങിലോട്ടും അതിൻ്റെ ആ ഒരു രൂപത്തിലോട്ടും നമ്മുടെ ഡ്യൂക്ക് 390 അത് ഇന്ത്യൻ വേരിയൻറ്റിനെയും ആ ഒരു നമുക്ക് ഇന്ത്യയിലുള്ള ഈ ഒരു വേരിയൻറ്റിനെ അവർ പൂർണ്ണമായിട്ട് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ഡ്യൂക്കിൻ്റെ ഷോർട്ടർ വെർഷൻ അല്ലെങ്കിൽ കുട്ടി വെർഷൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡ്യൂക്ക് 390 Gen 3 എന്ന് പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ, കാരണം അത്ര എക്സൈറ്റഡ്. എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല, എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ തോന്നുന്നു കേട്ടോ. കാരണം ത്രോട്ടിൽ റെസ്പോൺസൊക്കെ ഉണ്ടല്ലോ എൻ്റെ മോനെ. കൊടുത്ത വെറുതെ കൈ കൊടുത്താൽ മതി, വെറുതെ കയറി പോവാം. റെയിനിലാണ് ഇട്ടേക്കുന്നത്. ഞാൻ ചിലപ്പോൾ കുറച്ച് ഓവർ എക്സൈറ്റഡ് ആയിരിക്കാം, കാരണം 390 എനിക്ക് ഇത്രയും ഫ്രീ ആയിട്ട് ഇത്രയും സമയം എനിക്ക് ഫ്രീ ആയിട്ട് ഓടിക്കാൻ കിട്ടിയിട്ടില്ല. ഞാൻ BS3 ഓടിച്ചിട്ടുണ്ട്, Gen 2 ഓടിച്ചിട്ടുണ്ട്, ഇപ്പോൾ Gen 3 അങ്ങനെ ഓടിക്കാൻ കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് Gen 3 ഓടിക്കുന്നത്. നല്ലപോലെ വൈബ്രേഷൻ ഉണ്ട് കേട്ടോ, ഫ്രണ്ടിൽ നല്ലപോലെ വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ ഡൗൺ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ നല്ല ഈ ലോ ഡൗൺ ടോർക്ക് കുറച്ച് കുറവായതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല പോലെ കുറവാണ് ലോ ഡൗൺ ടോർക്ക്. അതായത് ഇപ്പോൾ ട്രാഫിക്കിലൊക്കെ നമ്മൾ ഈ ഫസ്റ്റ് സെക്കൻഡൊക്കെ അടിച്ച് പോകില്ല. ആ സമയത്ത് വണ്ടി സെക്കൻഡിലൊന്നും നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, വീണ്ടും നേരെ ഫസ്റ്റിലോട്ട് പോകാനാണ് വണ്ടി പറയുന്നത്. ലോ ഡൗൺ ടോർക്ക് കുറച്ച് ശോകമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ പറഞ്ഞത് ഇത് ഹൈ റവിങ് ആയിട്ടുള്ള എഞ്ചിനാണ്, ഡെയിലി യൂസിന് പറ്റിയ വണ്ടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഡെയിലി യൂസ് അത്രയും നിങ്ങൾ പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെയിലി യൂസിനൊക്കെ കൊണ്ടുപോകാൻ പറ്റും, പക്ഷേ നോട്ട് ഫോർ ഡെയിലി യൂസ് മാൻ. പിന്നെ ഇത് കുറച്ച് ടൂറിംഗ് ഫ്രണ്ട്ലിയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽ നല്ല വൈഡാണ്. പിന്നെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഡ്യൂക്കിൻ്റെ ബ്രേക്ക് എങ്ങനെ ഉണ്ടെന്ന് ആരും ഇനി വിവരിച്ച് തരേണ്ട, ഒന്നേന്ന് വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭയങ്കര ഷാർപ്പാണ്. അത് ഞാൻ പറഞ്ഞ നിങ്ങളൊരു 200cc ബൈക്ക് ഓടിച്ച് എക്സ്പീരിയൻസ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ ഒരു 200cc ബൈക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ വണ്ടികൾ എടുക്കാൻ നോക്കുക കേട്ടോ. കാരണം അമ്മാതിരി പവറാണ് ഈ വണ്ടി ഡെലിവർ ചെയ്യുന്നത്. ഇതിൻ്റെ ബ്രേക്കിങ്ങും അതുപോലെ തന്നെയാണ്, ഭയങ്കര ഷാർപ്പാണ്, ക്രിസ്പ് ആൻഡ് ഷാർപ്പായിട്ടുള്ള ബ്രേക്കിങ്ങാണ് ഡ്യൂക്കിന് വരുന്നത്. ഡ്യൂക്കിൻ്റെ ബ്രേക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, എല്ലാ റിവ്യൂവേഴ്സും പറഞ്ഞിട്ടുള്ളതാണ്, അത്രയും ഷാർപ്പാണ്. ഇതിൻ്റെ ഭയങ്കര ബൈറ്റാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ബ്രേക്സ് ഭയങ്കര ഷാർപ്പാണ്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ഡ്യൂക്കിലേക്ക് വരിക, അതായത് എക്സ്പെഷ്യലി 390 വരിക. അല്ലെങ്കിൽ നിങ്ങൾ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നേരെ ഡ്യൂക്ക് 200 പോകുക കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങളൊരു 100cc ബൈക്ക്, ഒരു സ്കൂട്ടിയൊന്നും ഓടിച്ചിട്ട് ഡ്യൂക്കിലോട്ടൊക്കെ വരായിരിക്കും. അതിപ്പോൾ 200 ആയാലും 125 പോകാം. പക്ഷേ ഒരു 200cc ബൈക്കൊക്കെ ഓടിച്ച് എക്സ്പീരിയൻസ്, ഒരു 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് ഓൺ ചെയ്യാൻ നോക്കുക കേട്ടോ. കാരണം അമ്മാതിരി വണ്ടി, ഇത് ബീസ്റ്റാണ്. 390 ആണ് മാൻ ഇത്. മിറേഴ്സൊക്കെ നല്ല വിസിബിളാണ്, യൂസ്ഫുൾ ആയിട്ടുള്ള മിറേഴ്സാണ്. മിറേഴ്സിൻ്റെ സൈഡിൽ നിന്ന് വൈബ്രേഷൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഓടിച്ചുകൊണ്ട് എനിക്ക് ഒരു കൈ വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രയും സ്ട്രോങ് ആണ്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ആവശ്യത്തിന് തിരിക്കാൻ പറ്റുന്നില്ല. പിന്നെന്താ പറയുക, പിന്നെ ഇതിൻ്റെ ഹീറ്റിംഗ് ആണ് കേട്ടോ. ഹീറ്റിങ് എൻ്റെ റേഡിയേറ്ററൊക്കെ കംപ്ലീറ്റ്ലി അവർ മാറ്റിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കർവ്ഡ് റേഡിയേറ്ററാണ് വരുന്നത്. അതിൽ 2 ഫാനുണ്ട്, ഡ്യുവൽ ഫാനുണ്ട്. കുറച്ചുകൂടെ ഒന്ന് ആക്യുറേറ്റ് ആയിട്ട് ഹീറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 റേഡിയേറ്റർ ഫാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ ആ ഒരു ഏരിയയിലും അവർ കുറച്ചുകൂടെയൊക്കെ ഒന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് മുന്നത്തെ വേരിയൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. നല്ല ഈ പുതിയ എഞ്ചിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, ഈ പുതിയ എഞ്ചിൻ ഇങ്ങനെ ആ ഒരു മണം ഭയങ്കര നൈസാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇറങ്ങിയ വേരിയൻ്റ്, അതായത് Gen 3 ഫസ്റ്റ് ഇറങ്ങിയ ഈ ഒരു സെയിം വേരിയൻറ്റിൽ ക്രൂസ് കൺട്രോളും കാര്യങ്ങളും ഒന്നും വരുന്നില്ലായിരുന്നു. ഈ ക്രൂസ് കൺട്രോൾ ഇപ്പോൾ എനിക്ക് തോന്നി ഈ ബ്ലാക്ക് വേരിയൻറ്റിൻ്റെ കൂടെയാണ് അവർ ലോഞ്ച് ആ ഒരു ഫീച്ചർ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഭയങ്കര റോഡ് പ്രസൻസ് തന്നെ കേട്ടോ വണ്ടി, ഭയങ്കര റോഡ് പ്രസൻസാണ്. പ്രത്യേകിച്ച് ആ ഒരു DRL ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു 2 സൈഡിലും വരുന്ന മാസ്കിൽ വരുന്ന DRL, അത് വേറെ ലെവലാണ് ഐറ്റം. എനിക്ക് വീഡിയോ എടുക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു, ഫ്രണ്ടിൽ നിന്ന് റീൽ എടുക്കുമ്പോൾ അടുത്ത് നോക്കരുത് കേട്ടോ. എനിക്ക് അങ്ങനെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഈസ് അബ്സലൂട്ട് ബീസ്റ്റ് മാൻ. ഇപ്പോഴും ഞാൻ 5K മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല, വണ്ടി ഇങ്ങനെ പറയുക, കൈ കൊടുക്ക്, നീ പതുക്കെ പോകുന്നത്, കൈ കൊടുക്ക്. ഇത് പതുക്കെ പോകാനുള്ള വണ്ടിയല്ല. വണ്ടിയുടെ ഒരു നേച്ചർ എങ്ങനെയാണ്, ഈ വണ്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടി കൊണ്ട് ട്രാക്കിൽ പോവുക. ഇത് പക്ക ഒരു ട്രാക്ക് വെപ്പാണ്. നമ്മൾ RT റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. RT പറഞ്ഞ പോലെ തന്നെയാണ് ഇത് കംപ്ലീറ്റ്ലി. ഇതിപ്പോൾ ഒരു ട്രാക്ക് വെപ്പണാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഡിസൈനാണ്, ഭയങ്കര അറ്റാക്കിങ് ആയിട്ടുള്ള പൊസിഷനാണ്. റൈഡിംഗ് പൊസിഷൻ അല്ല കേട്ടോ, റൈഡിംഗ് പൊസിഷൻ നല്ല റിലാക്സ്ഡ് ആണ്. പക്ഷേ വണ്ടി ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു അമ്മാതിരി സാധനം. എനിക്ക് 390 മുന്നേ ഇത്രയും ദൂരം ഒന്നും ഓടിക്കാൻ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു ബ്രാൻഡ് ന്യൂ വണ്ടി ഇത്രയും ദൂരം ഓടിക്കാൻ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു പ്രിൻസ് പ്രോ, സ്പെക്ടർ മോട്ടോ വ്ളോഗ്സ്. പുള്ളിയുടെ ചാനലിലും ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും, നിങ്ങൾക്ക് കയറി നോക്കാം. ഇതും കൊണ്ടൊക്കെ ഹൈവേയിലൊക്കെ കയറണം. ഹൈവേയിലൊക്കെ കയറി അങ്ങോട്ട്
6th ഗിയർ മാറി അങ്ങോട്ട് കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആശാൻ കയറി അങ്ങ് പൊക്കോളും. പിന്നെ പറഞ്ഞില്ല, ഞാൻ ഇപ്പോൾ ഒരു 5000 ബിലോ 5000 RPM-ലാണ് വണ്ടി ബിലോ 5000 RPM-ലാണ് വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ബിലോ 5000 RPM-ൽ തന്നെ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ അടുത്ത് ഒരു പെരുപ്പം നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഹാൻഡിൽ ബാറിൻ്റെ അവിടെ വൈബ്രേഷൻ ഉള്ളത് ആരും അങ്ങനെ പറഞ്ഞു കേട്ടില്ല. പക്ഷേ അവിടെ അത്യാവശ്യം നല്ല പെരുപ്പം പോലെ എനിക്ക് കയ്യിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ഫസ്റ്റ് സർവീസ് പറഞ്ഞാൽ ചിലപ്പോൾ റെഡി ആവുമായിരിക്കും. വേറെ അങ്ങനെ ഫുഡ് പാക്കിലും ചെറിയ പെരുപ്പം തോന്നുന്നുണ്ട്. ഈ കിറ്റിൻ്റെ സൈഡിൽ അങ്ങനെ ഒരു വൈബ്രേഷൻ ഇല്ല, ചെറിയൊരു പെരുപ്പം, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പെരുപ്പമുണ്ട്. ഒരു വൈബ്രേഷൻ ആരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവ്യൂ നോക്കിയപ്പോഴത്തേക്കും. പക്ഷേ ആ ഒരു വൈബ്രേഷൻ ഇതിൽ എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. സീറ്റ് നല്ല ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. സീറ്റ് നല്ല ഹാർഡാണ്, അത്ര സോഫ്റ്റ് അല്ല. പില്ലൻ സീറ്റ് ആയാലും നല്ല ഹാർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രശ്നമാണെന്ന് അറിയാൻ വയ്യ. അതിൻ്റെ ഒരു ഫോമും കാര്യങ്ങളൊക്കെ കുറവാണ്. അതിൻ്റെ ഒരു കുഷൻ ഉണ്ടല്ലോ, ആ ഒരു കുഷന് കാര്യങ്ങളൊക്കെ കുറച്ച് ഒത്തിരി ഒരു കട്ടിയുള്ള സാധനത്തിൻ്റെ പുറത്ത് കയറിയിരിക്കുന്ന ഒരു ഫീൽ എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു സൂപ്പർ ഡ്യൂക്ക് ഫീല്. കാരണം ഈ ഒരു സാധനം ഈ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനിൽ അവർ കയറ്റിപ്പോൾ ഡ്യൂക്ക് 200 ഇങ്ങനെയാണ് അവരിപ്പോൾ കൊടുത്തേക്കുന്നത്. ഈ ഒരു മീറ്റർ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ മുകളിൽ, അതായത് നമ്മുടെ ഫേസിനോട് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ. വാട്ട് എ മെഷീൻ മാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. മഴ ചാറി തുടങ്ങി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. ഞാൻ ഭയങ്കര, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര റിവ്യൂറോ കാര്യങ്ങളോ ഒന്നുമല്ല. ജസ്റ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നു. അല്ലാതെ വണ്ടിയുടെ A to Z കാര്യങ്ങൾ അരച്ചിലയ്ക്ക് കുടിച്ചുകൊണ്ട് റിവ്യൂ ചെയ്യുന്ന ഒരാളൊന്നുമല്ല ഞാൻ. ഞാൻ ജസ്റ്റ് ഒരു ബൈക്ക് എന്തൂസിയാസ്റ്റാണ്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ചിലപ്പോൾ തെറ്റ് സംഭവിച്ചേക്കാം. ഞാൻ പറഞ്ഞ സ്പെക്കിൻ്റെ കാര്യങ്ങളായാലും വണ്ടിയെപ്പറ്റി പറഞ്ഞ കാര്യങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാവാം. എന്താ വണ്ടിയുടെ അടുത്തുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 മാസത്തോളം ആവും തോന്നുന്നു. എന്നാലും ഒരു വണ്ടി ഇങ്ങനെ ഒരു വണ്ടി കിട്ടും എന്നറിയുമ്പോൾ വീഡിയോ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി മനസ്സിൽ നിന്ന് പോകുന്നില്ല കേട്ടോ. ഞാൻ ഡ്രോപ്പ് ചെയ്താണ് യൂട്യൂബ് ചാനൽ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് തന്നെ ഒരു മാസം ആവും. ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒരു മുതൽ കൈ കിട്ടുമ്പോൾ എങ്ങനെയാണ് വീഡിയോ ചെയ്യാതിരിക്കുന്നത്? അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ റിവ്യൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാലൊന്നും എനിക്കറിയത്തില്ല. കാരണം വണ്ടി ഇറങ്ങിയിട്ട് 1 വർഷത്തോളം ആവും. പ്രമുഖന്മാരും എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരും പ്രമുഖ യൂട്യൂബേഴ്സ് എല്ലാവരും ഈ വണ്ടിയുടെ ഭയങ്കര റൈഡ് റിവ്യൂയും വാക്ക് റൗണ്ട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരം യൂസ്ഫുൾ ആയെന്ന് അറിയില്ല. ഒരു പുള്ളുണ്ടല്ലോ മാൻ. ഇതും കൊണ്ട് പോയാലേ ഒരുത്തനും കളിക്കാൻ വരില്ല. കാരണം പേടിച്ച് നിൽക്കും, വണ്ടി കാണുമ്പോൾ പേടിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതുകൊണ്ട് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ.